പ്രിയപ്പെട്ട കായിക പ്രേമികളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ 75 റൺസ് ലീഡ് എടുത്തിട്ടുണ്ട്. സായ് സുദർശനും KL രാഹുലുമാണ് ക്രീസിൽ. 4 റൺസിന് ജയ്സ്വാൾ പുറത്തായിരിക്കുന്നു. ഇതൊന്നുമല്ല ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാം ദിനം, അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിന്റെ മൂന്നാം ദിനം നമുക്ക് സംഭവിച്ചിരിക്കുന്ന ആ ഒരു ടീം സെലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്, എന്റെ മാത്രം നിരീക്ഷണമാണ്. കാരണം ഞാൻ വിമർശനമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കമന്റ് ചെയ്യുക. അല്ലാതെ ഒരു നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഒരു സ്പിന്നറും ബാക്കി പേസ് ബോളർമാരുമായിട്ടാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. അതായത് ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഷർദുൽ ഠാക്കൂർ, പ്രസീദ് കൃഷ്ണ, 4 ബൗളർമാർ, 4 പേസ് ബൗളർമാർ. പക്ഷെ ഇത് ഫലം ചെയ്തു എന്നാണ് പറയേണ്ടത്. കാരണം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സിൽ തന്നെ ഇംഗ്ലണ്ടിനെ ഒരു 250-300 സ്കോറിന് വേണമെങ്കിൽ പിടിച്ചു നിർത്താമായിരുന്നു. കാര്യം ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് എടുത്തു. അദ്ദേഹത്തിന് പക്ഷെ നേരത്തെ തന്നെ നിരവധി അവസരങ്ങൾ ഫീൽഡർമാർ കൈവിട്ട് കളഞ്ഞു. രവീന്ദ്ര ജഡേജയൊക്കെ ക്യാച്ച് വിട്ട് കളയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അതൊക്കെ സംഭവിച്ചു പോകാം. ഹാരി ബ്രൂക്കിന് ജീവൻ വീണ് കിട്ടുന്നു, നോ ബോൾ വരുന്നു, അങ്ങനെ പല സംഭവങ്ങളുണ്ടായി. പക്ഷെ അതിനെക്കുറിച്ചൊന്നുമല്ല. നന്നായി എക്സ്പീരിയൻസ് വെച്ച് നന്നായി പന്തെറിഞ്ഞത് ഇന്ത്യയുടെ പേസ് കുന്തമുനയായ ജസ്പ്രീത് ബുംറ മാത്രമാണ്. അദ്ദേഹം ഏകദേശം 83 സംതിങ് ശരാശരിയിൽ 85 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് വീഴ്ത്തുകയായിരുന്നു. 3 വിക്കറ്റ് എടുത്ത പ്രസീദ് കൃഷ്ണയെ കുറിച്ച് പറയാം. പിന്നെ രവീന്ദ്ര ജഡേജ, ഒരൊറ്റ സ്പിന്നർ ആയിരുന്നെങ്കിൽ രവീന്ദ്ര ജഡേജ 2.92 എക്കണോമിയിൽ മികച്ച ഒരു ടെസ്റ്റ് ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ പ്രസീദ് കൃഷ്ണ എന്ന് പറയുന്ന ബൗളറെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. 20 ഓവർ എറിഞ്ഞ അദ്ദേഹം ടെസ്റ്റിൽ ഒരൊറ്റ മെയ്ഡിൻ ഓവർ പോലും എറിയാൻ സാധിച്ചില്ല. 6.34 ശരാശരിയിൽ 128 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ഇതെന്താണ്, ഏകദിന മത്സരമോ T20 മത്സരമോ? മനസ്സിലാകുന്നില്ല. മുഹമ്മദ് സിറാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര വേസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ബൗളിംഗ് വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. ദീർഘനേരം പന്തെറിയുന്നു, 27 ഓവറുകൾ എറിയുന്നുണ്ട്. പക്ഷെ 4 സംതിങ് ശരാശരിയിൽ റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. വിക്കറ്റുകൾ അങ്ങനെ മികച്ച വിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്നില്ല. 5-3 ഇട്ട്. ബുംറ 5 വിക്കറ്റ്, പ്രസീദ് കൃഷ്ണ 3 വിക്കറ്റ്. പിന്നെ ഷർദുൽ ഠാക്കൂർ അത്യാവശ്യം ബാറ്റ് ചെയ്യുമെന്ന രീതിയിലാണോ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തെ എടുത്തതെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ടൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. കേവലം 6 ഓവർ മാത്രമാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ 6 ഓവറിൽ അദ്ദേഹത്തിന്റെ ശരാശരി 6-7 റൺസ്, 7 എക്കണോമി 7-ൽ ജസ്റ്റ് താഴെയാണ്. 38 എന്തോ മറ്റെയാണ് അടിച്ചു കൂട്ടിയത്. ഇത്തരത്തിൽ ടെസ്റ്റിൽ പെർഫോം ചെയ്യാത്ത പേസർമാരെ ഉൾപ്പെടാത്താതിരിക്കുകയാണ് നല്ലത്. മുഹമ്മദ് സിറാജിനെ പറ്റിയൊക്കെ നോക്കുമ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ്, ഷാർദുൽ ഠാക്കൂർ ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ബൗളർമാരാണ്. പക്ഷെ ഇന്ത്യക്ക് ആ ഒരു ബൗളിംഗ്, ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു സെക്കൻഡ് പേസർ ഉണ്ടായില്ല എന്നതാണ് സത്യം. പ്രസീദ് കൃഷ്ണ വിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു അദ്ദേഹത്തിനേക്ക് അടിച്ച് പറത്തുന്ന ഒരു കാഴ്ചയാണ് കളിയുടെ ഇടയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു ബൗളിംഗ് വെച്ചാണ് ഇന്ത്യ ഇറങ്ങുന്നതെങ്കിൽ അടുത്ത ടെസ്റ്റുകളിൽ തോക്കാനാണ് സാധ്യത. കാരണം ഒരു അഗ്രസീവ് ബൗളിംഗ് ചെയ്യാൻ ബുംറയെ കഴിഞ്ഞ് വേറെ ഒരാൾക്കും സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഏതായാലും ഇന്ത്യ കളി ജയിക്കട്ടെ, മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കട്ടെ, മികച്ച ബൗളിംഗ് കാഴ്ചവെക്കട്ടെ എന്നൊക്കെ ആശംസിക്കാം. പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമുക്കുണ്ടാകുന്ന ആ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്ന ഒരു കുറവുകളൊക്കെ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിവിന്റെ മാക്സിമം പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.